السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قلنا يا نار كوني بردا وسلاما على إبراهيم. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ ഒരു ചരിത്രമാണ്. അപ്പൊ ആ ഒരു വിഗ്രഹങ്ങൾ, ആ വലിയൊരു വിഗ്രഹത്തെ മാത്രം ബാക്കി നിർത്തി മറ്റുള്ള വിഗ്രഹങ്ങളെ എല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം തകർത്തു. എന്നിട്ട് ആ മഴു ആ വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ തൂക്കിയിടുകയും ചെയ്തു. അങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമയുടെ ആ സമൂഹം മാഷൂറ കൂടുകയാണ്. ഇബ്രാഹിമിനെ കത്തിക്കണം എന്നൊരു തീരുമാനം, അങ്ങനെ കത്തിക്കാനായിട്ട് അഭിപ്രായം പറഞ്ഞ ഒരു അഅറാബ്, ഫാരിസ്, പേർഷ്യയിലെ ഒരു അഅറാബിയാണ്. അപ്പൊ പേർഷ്യയിലെ ഈ ഒരു അഅറാബിയാണ് ഇബ്രാഹിമിനെ കത്തിച്ചില്ലാതാക്കാം, നശിപ്പിക്കാം എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞത്. അങ്ങനെ അതെല്ലാവരും സ്വീകരിക്കുകയാണ്. അങ്ങനെ രാജാവ് വലിയൊരു തീക്കുണ്ടം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. തീയോട് അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്, ഇബ്രാഹിമിന് നീ തണുപ്പും രക്ഷയുമായി മാറുക. ഇപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചരിത്രത്തിൽ കാണാം, നമുക്ക് 3 ദിവസമാണ് അതിൽ കിടന്നത്, അതല്ലെങ്കിൽ 12 ദിവസം. അങ്ങനെ പല അഭിപ്രായങ്ങൾ നമുക്ക് ചരിത്രകാരന്മാർക്കിടയിൽ കാണാൻ സാധിക്കും. അപ്പൊ ഖുർആനിലോ ഹദീസിലോ വ്യക്തമായി ഇത്ര ദിവസം എന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട് ആ ദിവസങ്ങളുടെ കണക്ക്. അങ്ങനെ ആ തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഇമാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ് പറയുകയാണ്, റഫഅ ഇബ്രാഹിം റഅസഹു ഇല്ല സമാ. ആ തീയിലേക്ക് എറിയുന്ന സമയം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ തല മുകളിലേക്ക് ഉയർത്തി നോക്കി, ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അന്തൽ വാഹിദു ഫിസ് സമാ. അല്ലാഹുവേ, നീ ആകാശത്ത് ഏകനാണ്. വ അനൽ വാഹിദു ഫിൽ അർദ്. ഭൂമിയിൽ ഞാൻ ഏകനാണ്. അന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മാത്രമേ മുസ്ലിമായിട്ട് ഭൂമിയിലുള്ളൂ. ലൈസ ഫിൽ അർദി അഹദുൻ യഅബുദുക ഗൈരി. അല്ലാഹുവേ, ഭൂമിയിൽ നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന ഞാനല്ലാത്ത വേറൊരാളില്ല. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. എനിക്ക് നീ മതിയായവനാണ്. അങ്ങനെ ആ തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. അപ്പൊ ഇബ്രാഹിം നബി ഇസ്ലാമയുടെ ദുആ ഇതായിരുന്നു, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹിഹായി ഉദ്ധരിക്കപ്പെട്ട ഹദീസും കാണാൻ കഴിയും ഇബ്രാഹിം നബി ഇസ്ലാം ദുആ ചെയ്തത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല തീയോട് തണുപ്പാകാൻ പറഞ്ഞു. ഖുൽനാ യാ നാറു കൂനി ബർദൻ. നീ തണുപ്പാകണമെന്ന് പറഞ്ഞു. അതിനുശേഷം എന്താണ് പറഞ്ഞത്? സലാമൻ, നീ രക്ഷയാകണം എന്ന വാക്ക് ആ വാക്ക് അള്ളാഹു പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ തണുപ്പേറ്റ് മരണപ്പെടുമായിരുന്നു ആ തീക്കുള്ളിൽ. പക്ഷെ അള്ളാഹു രണ്ടും പറഞ്ഞു, തണുപ്പുമേകണം രക്ഷയുമേകണം. അപ്പൊ തണുപ്പ് ഭയങ്കര പ്രയാസമാണ് മനുഷ്യൻ. അപ്പൊ ഭയങ്കര പ്രയാസമായ തണുപ്പ് ജീവിക്കുക എന്നുള്ളത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സലാമൻ എന്ന രക്ഷയും എന്ന വാക്ക് അള്ളാഹു പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ തണുപ്പിന്റെ ആധിക്യം കാരണം ആ തീക്കുണ്ടാരത്തിൽ മരണപ്പെടുമെന്നായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പരാമർശിക്കാൻ കാണാൻ സാധിക്കും. അപ്പൊ ആ ഒരു സംഭവം അതായിരുന്നു ആ ദഅവത്തിന്റെ ആ രംഗം. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കയിലേക്കുള്ള യാത്ര, വേറൊരു ജീവിതത്തിന്റെ ഒരു ഭാഗം ആരംഭിക്കുകയാണ് മക്കയിലേക്ക്. അതായത് മക്കയിലേക്ക് യാത്ര പോകാനുള്ള കാരണം, അള്ളാഹു കൽപ്പിക്കാൻ വേണ്ടി ഒരു കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. സാറാ ബീവി പ്രസവിക്കുന്നില്ലായിരുന്നു. സാറയാണ് പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഹാജറ ബീവിയെ ഇബ്രാഹിം നബി ഇസ്ലാമിക്ക് സമ്മാനമായിട്ട് നൽകി. അങ്ങനെ അവർ വിവാഹം ചെയ്തു. ഹാജറ ബീവി ഗർഭിണിയായി. അപ്പൊ സ്വാഭാവികമായിട്ടും സാറാ ബീവിക്ക് പ്രയാസം കൂടി, ബുദ്ധിമുട്ട് കൂടി. കാരണം എനിക്ക് കിട്ടാത്തൊരു ഭാഗ്യം ഹാജറയ്ക്ക് കിട്ടി. ആ ഒരു പ്രയാസം കാരണം സാറ ഹാജറയെ കൺമുന്നിൽ നിന്നും മാറ്റാൻ ആവശ്യപ്പെടുകയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമോട്. വേറെ എവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിക്കാൻ പറഞ്ഞു.
ഇപ്പൊ ചരിത്രത്തിൽ കാണാം, ആദ്യമായിട്ട് നീളമുള്ള ഒരു വസ്ത്രം ധരിച്ചത് ഹാജറ ബീബിയാണ്. കാരണം ആ ഒരു ഗർഭത്തിന്റെ അടയാളങ്ങൾ സാറ കാണാതിരിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അള്ളാഹു പറഞ്ഞു ഹാജറയെ മാറ്റാൻ അള്ളാഹു വഹി ഇറക്കുകയാണ്. അങ്ങനെ ഹാജറ ബീബി പ്രസവിച്ചപ്പോഴേക്കും സാറാ ബീവിയുടെ ആ പ്രശ്നം ബുദ്ധിമുട്ട് കൂടുകയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു ഹാജറയും മകൻ ഇസ്മായിലിനെയും കൂട്ടി മക്കയിലേക്ക് പുറപ്പെടുവാൻ ഇബ്രാഹിം നബി ഇസ്ലാമിലേക്ക് കൽപ്പന വരികയാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പുറപ്പെട്ടു. അപ്പൊ അന്ന് മക്കയിൽ ആരുമില്ല. അതിന്റെ മുമ്പ് ജുർഹൂം ഗോത്രത്തിന്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നെങ്കിലും വെള്ളത്തിന്റെ അസാന്നിധ്യം കാരണം അവർ അവിടെ നിന്ന് പോയതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാം കാബയുടെ അടുക്കിലേക്ക് വന്നു. അപ്പൊ അന്ന് കാബയില്ല, കാബയുടെ അവശിഷ്ടങ്ങളും ഇല്ല. ആ ഒരു ഭാഗത്ത് വന്ന് ജബലു അബി ഖുബൈസ് എന്ന ആ ഒരു മലഞ്ചെരുവിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഭാര്യ ഹാജറയും മകൻ ഇസ്മായിലിനെയും ആക്കി അവിടുന്ന് തിരിച്ചു നടക്കുകയാണ്. അപ്പൊ ഹാജറ ബീവി ചോദിച്ചു, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയോട് തിരിഞ്ഞു നോക്കാതെ നടക്കുകയാണ് ഇബ്രാഹിം നബി ഇസ്ലാം. മകനെയും ഹാജറേനെയും അവിടെ ഉണ്ടാക്കും. ആ സമയത്ത് അവിടെ വെള്ളവും അതേപോലെ തന്നെ ഒരു ഉണങ്ങിയ ഇറച്ചി കഷ്ണവും അവരുടെ പക്കൽ കയ്യില് ചെറിയൊരു ഭക്ഷണത്തിന്റെ കിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതും കൊടുത്ത് അവിടുന്ന് ഇരുത്തി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിഞ്ഞു നടന്നു പോവുകയാണ്, നോക്കാതെ നടന്നു പോവുകയാണ്. ആ ഒരു സമയത്ത് ഹാജറ ബീവി ചോദിച്ചു, ഐന തദ്ഹബ് ഇബ്രാഹിം, എവിടേക്കാ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഒരു മനുഷ്യനോ ഒരു ജന്തുജാലങ്ങളോ ഇല്ലാത്ത ഈ മരുഭൂമിയിൽ ഞങ്ങളെ വിട്ടിട്ട് നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇബ്രാഹിം നബി ഇസ്ലാമയോട് ഹാജറ ബീവി ചോദിക്കുകയാണ്. ഫഖാലത് ലഹു ദാലിക മിറാർ, പല പ്രാവശ്യം അങ്ങനെ ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മറുപടി പറഞ്ഞിട്ടുമില്ല, തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. ആ ഒരു സമയത്ത് ഹാജറ ബീവി ചോദിക്കുകയാണ്, ആ അല്ലാഹു അബറക ബിഹാദ, അപ്പൊ അള്ളാഹു ആണോ നിന്നോട് കൽപ്പിച്ചത്? അപ്പൊ ആ ഒരു ചോദ്യത്തിന് മാത്രം ഇബ്രാഹിം നബി ഇസ്ലാം മറുപടി നൽകുകയാണ്, ഞാൻ അതേ എന്ന് പറഞ്ഞു. എന്നിട്ടും തിരിഞ്ഞു നോക്കിയില്ല. ആ സമയത്ത് ഹാജറ പറയുന്നുണ്ട്, ഇതല്ല യുവസ്യൂന, അതായത് അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മളെ പരാജയപ്പെടുത്തുകയില്ല, കൈയൊഴിയുകയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അള്ളാഹു കൈയൊഴിയില്ല, അള്ളാഹു സംരക്ഷിക്കുമെന്ന് ഹാജറ ബീവി സ്വയം പറയുന്നു. അങ്ങനെ ഇബ്രാഹിം നബി ഇസ്ലാം എന്നിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, അങ്ങ് നടന്നു പോവുകയാണ്. കാരണം ആരോരുമില്ലാത്ത ഒരു മലഞ്ചെരുവിൽ ഭാര്യയും മകനെയും അങ്ങനെ ആക്കി തിരിച്ചു പോവുകയാണ്. അപ്പൊ ഒരു പിതാവെന്ന നിലയിൽ മനസ്സിന് പ്രയാസം ഉണ്ടായി, ആ പ്രയാസം കാണിക്കാതെ നടന്നു പോവുകയാണ്. അങ്ങനെ ഇബ്രാഹിം നബി ഇസ്ലാം നടന്നുപോയി. എന്നിട്ട് ഒരു പാറക്കെട്ടിന്റെ പുറകിൽ നിന്ന് ഹാജറയ്ക്കും മകൻ ഇസ്മായിലിനും കാണാത്ത രൂപത്തിൽ എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യുകയാണ്. എന്താണ്? അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, റബ്ബന ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് വലിയൊരു ഗുണപാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും അള്ളാഹുലേക്ക് നമ്മൾ വെപ്പിക്കണം. അതായത് ഇബ്രാഹിം നബി ഇസ്ലാം തിരിഞ്ഞു നോക്കാതെ ആ പാറക്കെട്ടിന്റെ പുറകിൽ പോയിട്ട് ആ ഭാഗത്തേക്ക്, മക്കയുടെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്തു അള്ളാഹുനോട്, റബ്ബന, അള്ളാഹുവേ, ഇന്നി അസ്കന്തു മിൻ ദുർരിയതി, എന്റെ മക്കളെ ഞാൻ ഇവിടെ താമസിപ്പിക്കും, എന്റെ ഭാര്യയും മകനെയും ഞാൻ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നു റബ്ബേ, ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പരിശുദ്ധമായ കഅബയുടെ അടുക്കൽ ആരോർക്കും വസിക്കാനോ കൃഷിയോഗ്യമല്ലാത്ത ഒരു സ്ഥലത്ത് എന്റെ മകനെയും ഭാര്യയും ഇതാ ഇബ്രാഹിം ഇവിടെ നിർത്തിയിട്ട് പോവുകയാണ് റബ്ബേ. റബ്ബന ലിയുഖീമുസ് സ്വലാത്ത ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്ത്. അവർ നിസ്കാരം നിർത്തുന്നതിന് വേണ്ടിയാണത്. അതേപോലെ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്തു, എന്തുവാ? തഹ്വി ഇലൈഹിം, അള്ളാഹുവേ, ജനങ്ങളുടെ ഹൃദയങ്ങൾ നീ അവരിലേക്ക് തിരിക്കണമേ. അപ്പൊ ആ ഒരു ദുആയ്ക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. കാരണം ഏതൊരു മുസ്ലിമിന്റെ ഹൃദയവും ആ കഅബ കാണാൻ കൊതിക്കും, മക്ക കാണാൻ കൊതിക്കും. അതാണ് ആ ദുആ. ആ ദുആയുടെ ഒരു ഒരു സാക്ഷാത്കാരമാണ് നമുക്കിപ്പം കഅബയിലേക്ക് പോകണമെന്നുള്ളൊരു ആഗ്രഹം. തഹ്വി ഇലൈഹിം ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം, അല്ലാഹുവേ, ജനങ്ങളുടെ ഹൃദയങ്ങളെ നീ അവരിലേക്ക് ആകർഷിപ്പിക്കണമേ. അപ്പൊ അത് കാണാൻ, അവിടെ ചെല്ലാൻ, അവിടെ എത്താൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഈ ഒരു ദുആയുടെ ഉത്തരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാനലോകരുടെ ആ ഹൃദയത്തെ അങ്ങോട്ട് ആകർഷിപ്പിച്ചു. ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ദുആയ്ക്ക് ഉത്തരമായിട്ടാണ് അത് ചെയ്തത്. അങ്ങനെ ഇബ്രാഹിം നബി ഇസ്ലാം അവിടുന്ന് പോയി. അപ്പൊ കയ്യിലുള്ള ആ ഒരു മാംസവും വെള്ളവും ഹാജറ ബീവിയുടെ കയ്യിലുള്ളത് കഴിഞ്ഞു. അങ്ങനെ മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കരയാൻ തുടങ്ങി, ദാഹിച്ചിട്ട്. അപ്പൊ ഹാജറ ബീവി ഇങ്ങനെ ഓടി നടന്നു, സഫ മർവ 2 കുന്നുകൾക്കിടയിൽ ഓടി നടന്നു. എവിടെയെങ്കിലും വെള്ളത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടോ, ആരെങ്കിലും കാണാൻ കഴിയുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അങ്ങനെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ പെട്ടെന്നാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ആ കാലിന്റെ ഭാഗത്ത് നിന്നും വെള്ള ഉറവ പൊട്ടി പുറത്തേക്ക് വരുന്നത് കാണുന്നു. അപ്പൊ തിരിച്ചു വന്ന് വെള്ളം ഇസ്മായിൽ മകനെ കുടിപ്പിക്കുകയാണ് ഹാജറ ബീവി.
വെള്ളം ഇസ്മായിൽ നബിയെ കുടിപ്പിച്ചു. സ്വന്തം വെള്ളം സ്വയം ഹാജറ ബീവിയും വെള്ളം കുടിച്ചു. പക്ഷെ വെള്ളം നിൽക്കുന്നില്ല. ആ പൊട്ടി വരുന്ന ഉറവ പിന്നെയും പിന്നെയും വെള്ളം വരികയാണ്. അപ്പോഴാണ് ഹാജറ ബീവി പറഞ്ഞത് സംസം. അപ്പൊ സംസമിന്റെ അർത്ഥം ഇതൊരു തിബത്തി ഭാഷയാണ്, അതായത് മിസ്രി ഭാഷയാണ്, ഈജിപ്ഷ്യൻ ഭാഷയാണ്. അപ്പൊ അതിന്റെ അർത്ഥം നിൽക്ക് നിൽക്ക് എന്നാണ്. അപ്പൊ ആ വെള്ളം അവിടെ നിന്നു, ആ ഒഴുക്ക് അവിടെ നിന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റഹിമല്ലാഹു ഉമ്മന ഹാജർ. അപ്പൊ നമ്മുടെ ഉമ്മ ഹാജറ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അതായത് ഹാജറ എങ്ങാനും വന്ന് ആ കിഫ്തിഫ് എന്ന പദം പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അറബിയിൽ നിൽക്കുന്നതിന് കിഫ്തിഫ് എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് അത് വലിയൊരു ഒഴുകുന്ന നദിയായി ഒഴുകുമായിരുന്നു സംസം എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇന്നും ഒഴുകുന്നില്ല, പക്ഷെ വെള്ളം ഇപ്പോഴും വറ്റാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഫലസ്തീനിലേക്ക് തിരിച്ചു പോവുകയാണ്. പക്ഷെ അവിടെ എന്താ ജീവിതം ആരംഭിച്ചു. കാരണം വെള്ളം കിട്ടിയത് കാരണം അവിടേക്ക് ആ ജുർഹും ഗോത്രക്കാര് പക്ഷികൾ പറക്കുന്നത് കണ്ട് വരികയും അവിടെ ഒരു കമ്മ്യൂണിറ്റി, ഒരു സൊസൈറ്റി രൂപപ്പെടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം റമദാനിൽ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ ഇസ്മായിൽ നബി ഇസ്ലാമിന് ശേഷം വന്ന പരമ്പരയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇബ്രാഹിം നബി ഇസ്ലാം ഇടയ്ക്കിടെ മകനെയും ഭാര്യയും കാണാൻ മക്കയിലേക്ക് വരുമായിരുന്നു. അങ്ങനെ വരുന്ന ഒരു സമയമാണ് സ്വപ്നം കണ്ടു, മകനെ അറുക്കുന്നതായിട്ടൊരു സ്വപ്നം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കാണുകയാണ്. അപ്പൊ അമ്പിയാക്കന്മാരുടെ സ്വപ്നങ്ങൾ വഹിയാണ്, നമുക്കറിയാം. ദുൽഹിജ്ജ 7-ാം തീയതിയാണ് ആദ്യത്തെ സ്വപ്നം കാണുന്നത്. പിറ്റേന്ന് ദുൽഹിജ്ജ 8-നും ആ തീയതിയും അതേപോലെ സ്വപ്നം കണ്ടു. ദുൽഹിജ്ജ 9-നും കണ്ടു. ഇപ്പൊ 3 പ്രാവശ്യം സ്വപ്നം ആവർത്തിക്കുകയാണ്. ഇബ്രാഹിം നബി ഇസ്ലാമിക്ക് മനസ്സിലായി ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരീക്ഷണമാണ് ഈ രൂപത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ സ്വപ്നത്തിൽ വരുന്നത് കണ്ടപ്പോ. അങ്ങനെ ദുൽഹിജ്ജ 10-ാം തീയതി ഇബ്രാഹിം നബി ഇസ്ലാം മകനെയും കൂട്ടി മിനയിലേക്ക് പോവുകയാണ്. മിനയിൽ പാറക്കെട്ടുകൾ കാണാം. അപ്പൊ ആ പാറക്കെട്ടിന്റെ അടുത്ത് പോയി മകനെ കിടത്തി. അപ്പൊ ഖുർആൻ പറയുന്നു ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. അപ്പൊ ഫലമ്മ അസ്ലമ, ആ രണ്ടാൾക്കാരും ഉപ്പയും മകനും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ കീഴൊതുങ്ങിയപ്പോൾ വതല്ലഹു ലിൽ ജബീൻ, ആ മകനെ ചരിച്ചു കിടത്തുകയാണ് ഇബ്രാഹിം നബി ഇസ്ലാം. വനാദൈനാഹു അൻ യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയായ. ആ സമയത്താണ് നാം ഇബ്രാഹിമിനെ വിളിച്ചു. അനിയ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയ, നിന്റെ സ്വപ്നം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു ഇബ്രാഹിം, നിന്റെ വലിയ പരീക്ഷണം നീ വിജയിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക് നാം ഇപ്രകാരമാണ് പ്രതിഫലം നൽകുന്നത്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. അള്ളാഹുവിന്റെ വാക്കാണ് ഇബ്രാഹിമെ, ഇത് വലിയൊരു പരീക്ഷണമായിരുന്നു, പക്ഷെ നീ ആ പരീക്ഷണത്തിൽ വിജയിച്ചു. ഇബ്രാഹിം അല്ലദീ വഫ. അപ്പൊ എല്ലാ പരീക്ഷണങ്ങളും വിജയിച്ച് ഉന്നതമായ സ്ഥാനത്തിന്റെ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അങ്ങനെ ആ അറുക്കുന്ന സംഭവം ഇപ്പൊ യഹൂദികൾ പറയും, അതായത് ജൂതന്മാർ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറുത്തത് മകൻ ഇസ്ഹാക്കിനെയാണെന്നാണ്. കാരണം അവരുടെ പാരമ്പര്യം അങ്ങോട്ടേക്കാണ് നയിക്കുന്നത്. അപ്പൊ ഇബ്രാഹിം നബി ഇസ്ലാമാണ് അബുൽ അംബിയ എന്നറിയപ്പെടുന്ന പ്രവാചകൻ. അബുൽ അംബിയ എന്ന് പറഞ്ഞാൽ അംബിയാക്കന്മാരുടെ പിതാവ്. കാരണം ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ 2 മക്കളാണ് ആരൊക്കെ? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമും. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൽ നിന്നും പിന്നീട് വന്നത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരൊറ്റ പ്രവാചകൻ മാത്രമേ ഉള്ളൂ. അതേസമയം ഇസ്ഹാഖിൽ നിന്ന് യാക്കൂബിൽ നിന്ന് 11 മക്കൾ. അവരായിരുന്നു പിന്നീട് ബനു ഇസ്രായേൽ എന്ന് അറിയപ്പെട്ടതാണ്. അവരിലാണ് പിന്നീട് എല്ലാ പ്രവാചകന്മാരും ബനു ഇസ്രായേലിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ എല്ലാ പ്രവാചകന്മാരും മടങ്ങുന്നത് ഇബ്രാഹിമിലേക്കാണ്. അതുകൊണ്ടാണ് അബുൽ അംബിയ എന്ന പേര് ഇബ്രാഹിം നബി ഇസ്ലാമിന് ലഭിക്കുന്നത്. അതുകൊണ്ട് ജൂതന്മാർ എന്ത് പറയും? അറുത്തത് ഇസ്ഹാക്കിനെയാണ് അറുക്കാൻ പോയതെന്ന് അവർ അഭിപ്രായപ്പെടും. ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലം യകും മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം എന്തല്ല, മുസ്ലിം ആയിരുന്നു, മുശ്രിക് ആയിരുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. കാരണം എല്ലാവരും വാദിക്കും ഇബ്രാഹിം അവരുടെ ആളാണ്. അത്രയും ഉന്നതമായ സ്ഥാനത്തെത്തിയ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അതേസമയം ഇസ്മായിൽ നബി ഇസ്ലാമിനാണ് അറുക്കൽ വന്നത്. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് ഒരു ആടിനെ ഇറക്കി കൊടുത്തു അറുക്കാൻ വേണ്ടി. ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ആടിനെ അറുക്കുകയും ആ ആടിന്റെ തല, ഉണങ്ങിയ തല കഅബയിൽ ഉണ്ടായിരുന്നു വർഷങ്ങളോളം. ഏതുവരെ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു മക്കയിൽ. ആ ഒരു കാലഘട്ടം വരെ, അതുവരെ ആ ആടിന്റെ തല കഅബയിൽ ഉണ്ടായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ ഒരു ആടിന്റെ തല കഅബയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് തെളിവ്. എന്തിന്? ഇസ്മായിൽ നബി ഇസ്ലാമിനെയാണ് ഇബ്രാഹിം നബി ഇസ്ലാം അറുക്കാൻ കൊണ്ടുപോയത് എന്ന്. ആ ഒരു സംഭവം അതായിരുന്നു. അടുത്തൊരു സംഭവം, അത് കഴിഞ്ഞ് ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി ഇസ്ലാം വിജയിച്ചു. പിന്നെ മക്കത്ത് ജീവിതം ആരംഭിച്ചു. അപ്പോഴാണ് അള്ളാഹുവിന്റെ അടുത്ത കൽപ്പന കഅബ പുതുക്കി പണിയാൻ. ഇപ്പൊ കഅബ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് ഭൂലോകത്ത് അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ച ഭവനമാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി അല്ലദീ ബിബക്ക. മക്കയിൽ അള്ളാഹു ആദ്യമായിട്ട് വെച്ച ഭവനം കഅബയാണ്.
ആദം അലൈഹി ഇസ്ലാം ഭൂമിയിലേക്ക് ഇറക്കിയ ആ സമയത്താണ് മലക്കുകളാണ് കഅബ നിർമ്മിക്കുന്നത്. അപ്പൊ ആ മലക്കുകൾ കഅബ നിർമ്മിച്ചു. അതിനുശേഷം നമ്മൾ സൂചിപ്പിച്ചത് നൂഹ് നബി ഇസ്ലാമിന്റെ കാലത്തുണ്ടായ ആ ഒരു വെള്ളപ്പൊക്കവും ആ ഒരു തൂഫാനും അത് ഭൂമി മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു തൂഫാനിൽ കഅബ പൂർണ്ണമായിട്ടും നശിക്കുകയാണ്. അപ്പൊ ഒന്നും ബാക്കിയില്ലാത്ത അവസ്ഥയിൽ കഅബ നശിച്ചു. അപ്പൊ ആ ഹജറുൽ അസ്വദ് എന്ന കല്ല് അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ ആ കല്ല് ജബലു അബി ഖുബൈസ് എന്ന ആ മലയിൽ പോയി പതിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ മലമുകളിലാണ് ഉണ്ട്. പൂർണ്ണമായിട്ട് ഒരു ഭാഗവും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന വരുന്ന ആർക്ക്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കൽപ്പന വരികയാണ് കഅബ പുതുക്കി പണിയാൻ. അങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം മകൻ ഇസ്മായിലും കൂടി ആ കഅബയുടെ ചുവര് ആ ഒരു ബേസ് ഫൗണ്ടേഷൻ ഏരിയ കണ്ട് ആ സ്ഥലം കണ്ടെത്തുകയും അതിന്റെ തറ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മുകളിൽ എടുത്തെടുത്ത് ഓരോ കല്ലുകൾ വെച്ച് ഇബ്രാഹിം അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും കൂടെ ചേർന്ന് അങ്ങനെ ആ കഅബ പണി പൂർത്തിയാക്കുകയാണ്. وإذ يرفع إبراهيم قواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. അള്ളാഹുവിന്റെ വാക്കാണ്. അവരാ ഇബ്രാഹിമും മകൻ ഇസ്മായിലും കഅബയുടെ ആ എടുപ്പും എടുത്ത് പൂർത്തിയാക്കിയപ്പോൾ അവർ ദുആ ചെയ്തു. എന്താണ്? റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവേ നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ എന്ന്. അപ്പൊ അള്ളാഹു ആ പറഞ്ഞ വാക്കുകൾക്ക് അർത്ഥമുണ്ട്. നമുക്കൊരു പാഠമുണ്ട് അതിൽ. നമ്മൾ എന്ത് ഇബാദത്ത് ചെയ്താലും അവസാനം അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവേ റബ്ബന തഖബ്ബൽ മിന്ന, അങ്ങനെ തുടങ്ങുന്ന ദുആ. അപ്പൊ അള്ളാഹു ഇത് നമ്മളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന്. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ കഅബ നിർമ്മിച്ചു അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. എന്നിട്ട് ദുആ ചെയ്ത ദുആ ആണ് ഈ ഒരു ദുആ. അപ്പൊ അള്ളാഹു ഖുർആനിൽ നമുക്ക് വേണ്ടി എടുത്തു പറഞ്ഞതാണ് ഈ ഒരു ദുആ, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ കഅബ നിർമ്മിക്കുകയാണ്. അപ്പൊ അന്ന് കഅബയുടെ രൂപം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കാണുന്ന ഇങ്ങനെ ഇന്നത്തെ നമ്മൾ കാണുന്ന ആ ചതുര രൂപത്തിലായിരുന്നില്ല. 3 ഭാഗം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗത്ത് ഒരു റൗണ്ട് ആയിരുന്നു. അങ്ങനെയാണ് കഅബയുടെ രൂപം ഉണ്ടായിരുന്നത്. അപ്പൊ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഇന്ന് ഹിജർ ഇസ്മായിൽ എന്നറിയപ്പെടുന്ന സ്ഥലമുണ്ടല്ലോ, ആ ഭാഗത്താണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കഅബ നിർമ്മിച്ചിട്ട് ഇബാദത്ത് ചെയ്യാൻ ഇരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം. പിന്നീട് ആ കഅബ 4 രീതിയിൽ നിർമ്മിക്കപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ കാലത്തിന് ശേഷം 4 രീതിയിൽ കഅബ പുതുക്കി പണിയപ്പെട്ടു. ഒന്ന് മൊത്തത്തിൽ 4 രീതിയിൽ പണിയപ്പെട്ടു. ഒന്ന് മലക്കുകൾ നിർമ്മിച്ചു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അതിനെ അത് പുതുക്കി നിർമ്മിച്ചു. പിന്നീട് അത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുമ്പ് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ആ വെള്ളപ്പൊക്കത്തിൽ കഅബ നശിക്കുകയും അന്ന് ഖുറൈശികൾ അവരെല്ലാരും കൂടെ കൂടിയിട്ട് എന്ത് ചെയ്തു? കഅബ പുതുക്കി പണിയാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ അന്ന് ഖുറൈശികൾ പുതുക്കി പണിയാൻ പറഞ്ഞപ്പോൾ ഒരു നിബന്ധന അവർ വെച്ചിരുന്നു, ഹലാലായ സമ്പത്ത് മാത്രമേ കഅബ പുതുക്കി പണിയാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. കാരണം അവർ പാരമ്പര്യം മുസ്ലിങ്ങളായിരുന്നു. ഇബ്രാഹിം നബി ഇസ്ലാമിയുടെ ആ ഒരു പാരമ്പര്യമുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ ആ ഒരു സമ്പത്ത് പൂർത്തിയാകാത്തതിന്റെ പേരിൽ എന്ത് ചെയ്തു? ആ പകുതി ഭാഗം ഒഴിവാക്കിയിട്ട് കഅബ ചതുരത്തിലാക്കി മാറ്റി. അതായത് ആ ഹിജർ ഇസ്മായിൽ എന്ന ഭാഗം ഒഴിവാക്കിയിട്ടാണ് ചതുരത്തിലാണ് അവർ ആ സമയത്ത് ഖുറൈശികള് കഅബ പണിതത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കം ഫതഹിന്റെ സമയത്ത് അന്ന് രാത്രി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് കഅബ നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് പറയുന്നുണ്ട്. അപ്പൊ എല്ലാം വിജയിച്ചെടുക്കുന്ന സന്തോഷത്തിൽ ആ റസൂലും ഭാര്യയും കഅബ നോക്കിയിരിക്കുകയാണ്. അപ്പൊ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറയുകയാണ്, നിന്റെ ഖൗമ് ഈ പുതു മുസ്ലിങ്ങൾ ആയതുകൊണ്ട് അവരങ്ങനെ ആയിരുന്നില്ല എങ്കിൽ, അവര് പുതു മുസ്ലിങ്ങൾ ആയിരുന്നില്ല എങ്കിൽ ഞാൻ ആ കഅബ പൊളിച്ച് പണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിർമ്മിച്ച ആ രൂപത്തിലാക്കി കഅബ പുതുക്കി പണിയുമായിരുന്നു. പക്ഷെ ഒരു ഫിത്ന ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടിട്ടാണ് അത് ചെയ്യാതിരുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ആ ഒരു നാട്ടിലൊരു ഫിത്ന ഭയന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തില്ല. അങ്ങനെ ഖുറൈശികൾ നിർമ്മിച്ചു. അതേ രൂപത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പൊ ഖുറൈശികൾ അന്ന് പുതുക്കി പണിതപ്പോൾ ചില വ്യത്യാസങ്ങൾ വരുത്തി. ഒന്ന്, കഅബയ്ക്ക് 2 വാതിലുണ്ടായിരുന്നു. ഇവിടുന്ന് കയറി അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ 2 വാതിലുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വാതിൽ ഖുറൈശികൾ മൂടിക്കളഞ്ഞു. ഇപ്പൊ കഅബയ്ക്ക് ഒറ്റ വാതിലേ ഉള്ളൂ. അപ്പൊ അതിന് നേരെ എതിർദിശയിൽ ഒരു വാതിലുണ്ടായിരുന്നു, അത് ഖുറൈശികൾ ഇല്ലാതാക്കി. രണ്ടാമതായിട്ട് ഒരു മാറ്റം വരുത്തിയത് കഅബയ്ക്ക് മേൽക്കൂര പണി. പണ്ട് എന്തില്ലായിരുന്നു? മേൽക്കൂര ഉണ്ടായിരുന്നില്ല. കഅബയ്ക്ക് മേൽക്കൂര അവര് ഖുറൈശികളുടെ കാലഘട്ടത്തിലാണ് പണിത്. പിന്നെ കഅബ ഉയർത്തി. കഅബയുടെ തറ ഒരാൾ പൊക്കത്തിൽ ഉയരത്തിലാണ് ഇപ്പോൾ. പക്ഷെ ആദ്യമുണ്ടായ അത് നിലത്തായിരുന്നു. അതുകൊണ്ടാണ് വെള്ളപ്പൊക്കത്തിൽ നശിച്ചത്. ഇനി വെള്ളപ്പൊക്കം ഉണ്ടായി നശിക്കാതിരിക്കാൻ വേണ്ടി ഖുറൈശികൾ അതിന്റെ ആ തറ ഉയർത്തി. അപ്പൊ അതിന്റെ വാതിൽ തറയിൽ നിന്ന് ഉയരത്തിലാണ് വാതിൽ അവർ ഖുറൈശികളുടെ സമയത്ത് സ്ഥാപിച്ചത്. അപ്പൊ ഈ വ്യത്യാസങ്ങളൊക്കെ ഖുറൈശികളാണ് വരുത്തിയത്. റസൂൽ അത് പുതുക്കി പണിയാൻ താല്പര്യം ഉണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ അതിന് സാധിച്ചില്ല. പിന്നീട് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഹിജ്റ 61-ലാണ്
ആ ഹിജാസിന്റെ ഭരണം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം എന്ത് ചെയ്തു? ഇത് പൊളിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഒരു ദിവസം അവസരം കിട്ടി. ആ കാബയുടെ തുണി അത് കത്തിപ്പോയി. അങ്ങനെ കത്തി ചെറിയ കേടുപാടുകൾ സംഭവിച്ചു ഒരാൾക്ക്. അദ്ദേഹം അത് പുതുക്കി നിർമ്മിക്കുന്നതിന്റെ ഇടയിൽ അത് പൂർണ്ണമായിട്ടും പൊളിച്ച് ആ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ എടുത്ത രൂപത്തിൽ കാബ പുതുക്കി പണിതു അദ്ദേഹം. അപ്പൊ എങ്ങനെ ഹിജർ ഇസ്മായിൽ ഉണ്ടല്ലോ ആ ഭാഗം കൂടി ഉയർത്തിക്കൊണ്ടാണ് ആ ഒരു സമയത്ത് അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പണിത്. അങ്ങനെ ആ ഇബ്രാഹിം നബി ഇസ്ലാം എടുത്ത രൂപത്തിൽ കാബ പുതുക്കി പണിതു. പക്ഷേ ഹജ്ജാജ് ബിൻ യൂസുഫ്, യസീദ് ബിൻ മുആവിയയുടെ ഗവർണർ, മക്കത്തെ ഗവർണർ ആയിരുന്ന ഹജ്ജാജ് ബിൻ യൂസുഫ്, അദ്ദേഹം വന്നിട്ട് അബ്ദുല്ലാഹിബ്നു സുബൈർ അതിനെ കുറെ പരാതികൾ ഉണ്ടാക്കുകയും അതിലൊരു പരാതി ഇതായിരുന്നു, കാബ പൊളിച്ചു പുതുതായിട്ട് നിർമ്മിച്ചു എന്നൊരു പരാതി വരികയും അങ്ങനെ അബ്ദുല്ലാഹിബ്നു സുബൈറിനെ കാബയിൽ നിന്ന് പിടിച്ച് പുറത്തെടുത്തു. അദ്ദേഹത്തെ ആ കാബയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം വധിച്ചു കളഞ്ഞു ഹജ്ജാജ് ബിൻ യൂസുഫ്. എന്നിട്ട് ആ കാബ വീണ്ടും ആ ഖുറൈശികൾ പണിത രൂപത്തിൽ എന്ത് ചെയ്തു? കാബ വീണ്ടും ഹജ്ജാജ് ബിൻ യൂസുഫ് പണിയുകയാണ്. അപ്പൊ അന്ന് ഹജ്ജാജ് അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം എടുത്ത അതേ രൂപത്തിൽ ഇന്ന് കാബ ബാക്കിയാകുമായിരുന്നു. പക്ഷേ ആ ഹജ്ജാജ് ബിൻ യൂസുഫ് അത് തകർത്തിട്ട് അന്ന് ഖുറൈശികൾ പണിത അതേ രൂപത്തിലേക്ക് വീണ്ടും കാബ പുതുക്കി പണിത നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമും കാബ ഉണ്ടാക്കുന്ന സമയത്ത്, പുതുക്കി നിർമ്മിക്കുന്ന സമയത്ത് ഹജറുൽ അസ്വദിന്റെ സ്ഥലത്ത് അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന വന്നു, ആ മലമുകളിൽ ഹജറുൽ അസ്വദ് ഉണ്ടെന്നും. അങ്ങനെ ആ മലമുകളിൽ ചെന്ന് ആ ഹജറുൽ അസ്വദ് എടുത്ത് അതിന്റെ സ്ഥാനത്ത് വെക്കുകയും ചെയ്തു. പിന്നീട് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫാത്തിമ ഖലീഫേറ്റ്സിന്റെ ഭരണകാലത്ത് ആ ഒരു ഹജറുൽ അസ്വദ് നഷ്ടപ്പെടുകയും പിന്നീട് അത് തിരിച്ചു പിടിക്കുകയും അങ്ങനെ ആ കല്ല് പൊട്ടുകയും ഇപ്പൊ ഒറ്റ കല്ലായത് 3 കഷ്ണമായിട്ടാണ് ഇപ്പോൾ അത് നിലവിലുള്ളത്. ഒരു ഭാഗം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ ഇനി ഖിയാമത്ത് നാളിന് മുമ്പായിട്ട് കാബ പൊളിക്കപ്പെടുകയും ദുസ്സു വൈഖതൈൻ എന്നൊരാൾ ഹബിഷക്കാരനാണ്, എത്യോപ്യക്കാരനാണ്. അപ്പൊ അവൻ കാബ പൊളിക്കൽ ആരംഭിക്കുകയും അതിന്റെ ഓരോ കല്ലും ഇളക്കിയെടുത്ത് അത് കടലിൽ കൊണ്ട് ഇടുമെന്നും ഖിയാമത്ത് നാളിന്റെ അവസാന ഭാഗം അതിനുശേഷം ലോകത്ത് ഹജ്ജും ഉംറയും നടക്കപ്പെടുകയില്ല. അപ്പൊ അള്ളാഹു എന്ന പേര് പറയാൻ കഴിയാത്ത ഒരു സമൂഹമായിരിക്കും അന്ന് ജീവിച്ചിട്ടുണ്ടാവുക. അങ്ങനെ കാബ ഭൂലോകത്ത് ഇല്ലാതാക്കപ്പെടുകയും അതിനുശേഷമാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്നും നമുക്ക് ചരിത്രകാരന്മാർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം എന്റെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ രൂപം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ മൂസ, ഈസ, ഇബ്രാഹിം 3 ആളെയും ഞാൻ കണ്ടു. അപ്പൊ ഈസയുടെ രൂപം ഇങ്ങനെയാണ്, മൂസയുടെ രൂപം ഇങ്ങനെയാണ്. അപ്പം സഹാബികൾ ചോദിക്കുന്നുണ്ട്, അപ്പം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ രൂപം ഏത് രൂപത്തിലാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അപ്പോൾ സഹാബികൾ ചോദിക്കുകയാണ്, റസൂലെ അപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൻദുറു ഇലാ സ്വഹാബിക്കും, നിങ്ങൾ എന്നെ നോക്കിയാൽ മതി. അപ്പൊ എന്നെ പോലെ തന്നെയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ആ ഒരു ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ രൂപത്തെ കുറിച്ചുള്ള ഒരു വിശദീകരണം അതാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിലാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, എന്നെ പോലെ തന്നെയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്നൊരു കാര്യം. അപ്പൊ ഇതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ ഏകദേശ രൂപം. നമ്മൾ ഖുർആനും ഹദീസും മാത്രമേ പറഞ്ഞു, അതിനപ്പുറം ചരിത്രത്തിലെ പല രേഖകൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊക്കെ നമ്മൾ കടക്കുന്നില്ല, കാരണം പലതും ഇസ്രായേലീയത്ത് രേഖകളാണ്. അതിലൊന്നും നമുക്ക് ഒതന്റിക്കേഷൻ, അതായത് ഒരു പ്രൂഫായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളൊന്നുമില്ല. അതെല്ലാം അഹ്ലു കിതാബും ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉണ്ടാക്കിയ അവർക്കൊക്കെ അവരുടേതായ ആവശ്യങ്ങൾക്കായി അവർ തിരുത്തി കുറിച്ച കാര്യങ്ങളാണ്. അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ഇതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ ആ ചരിത്രം. ഇബ്രാഹിം അലൈഹി ഇസ്ലാം 200 വർഷം ജീവിച്ചിട്ടുണ്ട്. 200 വർഷക്കാലമാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ജീവിച്ചിരുന്നത്. അപ്പം അതുപോലെ തന്നെ ഒരു സംഭവബഹുലമായ ഒരു ജീവിതമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പറയുമ്പോഴൊക്കെയും തൗഹീദിലേക്ക് ചേർത്തിട്ടാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത്. അഥവാ ആ തൗഹീദിന്റെ പ്രബോധകനായിരുന്നു എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ഇപ്പൊ തൗഹീദിലേക്ക് നമുക്ക് നോക്കാൻ കഴിയുന്ന ഒരാളാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ആ ഇബ്രാഹിമിന്റെ ആ മില്ലത്ത് നിങ്ങൾ പിൻപറ്റാൻ ഖുർആനിൽ കൽപ്പിച്ച ആളാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ഇബ്രാഹിമ ഖലീല, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളിൽ നിന്നും ഖലീലായി സ്വീകരിച്ച ഒരാൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം. അതാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള ചരിത്രം ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിൽ വലിയൊരു കാര്യം മനസ്സിലാക്കാൻ, ഇബ്രാഹിം നബി ജീവിച്ചത് മുവഹിദായിട്ടാണ്, അതായത് തൗഹീദിന് വേണ്ടിയിട്ടാണ്. ആ തൗഹീദിന് വേണ്ടിയിട്ടാണ് എല്ലാം സഹിക്കുകയും ത്യജിക്കുകയും ചെയ്തത്. അപ്പൊ എല്ലാ പ്രയാസങ്ങളും ആ തൗഹീദിന്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ആ തൗഹീദിന്റെ പേരിലാണ് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പരാമർശിക്കുന്നതും കൂടുതലായിട്ട്. ഇതാണ് ഇബ്രാഹിം നബി ഇസ്ലാമിയുടെ ചരിത്രം.
ഇബ്രാഹിം നബി ഇസ്ലാമിയുടെ ആ ചരിത്രത്തിനോടൊപ്പം തന്നെ നടക്കുന്ന മറ്റൊരു പ്രവാചകനാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബി ഇസ്ലാമയുടെ സഹോദരന്റെ ഇബ്രാഹിം നബി ഇസ്ലാമിയുടെ പിതാവിന്റെ സഹോദരന്റെ മകനാണ്. അപ്പൊ ആ ഒരു ചരിത്രത്തെ കുറിച്ചായിരിക്കും ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പരാമർശിക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മുടെ കളക്ഷൻ നമ്മുടെ ഇമാമിന് വേണ്ടിയാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അപ്പം എല്ലാവരും തന്നെ ആ ഒരു കളക്ഷന് ഭാഗവാക്കാകണമെന്ന് ഉറപ്പെടുത്തുകയാണ്. വെളിയിൽ ബക്കറ്റുകൾ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാ വർഷവും ഇമാമുകൾക്ക് എടുത്തു കൊടുക്കുന്ന ഒരു കളക്ഷനാണ് റമദാൻ മാസത്തിൽ. അപ്പൊ അതിലെല്ലാവരും ഭാഗവാക്കാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം, ലേൺ ദി ഖുർആൻ, നമ്മൾ എല്ലാവരും പഠിതാക്കളായിട്ട് ഭാഗവാക്കാക്കുന്ന ഒരു എക്സാം ആണ് ലേൺ ദി ഖുർആൻ. അപ്പം ഇൻഷാ അള്ളാഹ് നമ്മുടെ നാളത്തെ കളക്ഷൻ ആ ലേൺ ദി ഖുർആൻ എന്ന ഒരു പദ്ധതി, പാഠ്യപദ്ധതി ഓർഗനൈസ് ചെയ്യുന്നത് ജാമിയ സലഫിയ പുളിക്കൽ എന്നൊരു അറബിക് കോളേജാണ്. അപ്പൊ ആ ഒരു കോളേജിന് വേണ്ടിയുള്ള ഒരു കളക്ഷനാണ് നാളെ നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും തന്നെ ലേൺ ദി ഖുർആൻ പഠന പദ്ധതിയുടെ വിദ്യാർത്ഥികളാണ്. അപ്പൊ ആ ഒരു കാര്യം ഗൗരവപൂർവ്വം ആ ഒരു പഠിതാക്കൾ എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഫിത്ർ സക്കാത്ത് സ്വീകരിക്കുന്നത് നാളെ കൂടി മാത്രമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 130 രൂപയാണ് ഒരാളുടെ വിഹിതം. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, പഠനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അവരുടെ കബറിടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.